ചാലക്കുടി പേട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിൽ പ്രതി റിജു ആന്റണിയെ കുടുക്കിയത് പ്രദേശവാസിയായ സ്ത്രീയുടെ മൊഴി. CCTVയിൽ കണ്ടതിന് സമാനമായ ശരീരപ്രകൃതമുള്ള ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്നായിരുന്നു സ്ത്രീയുടെ മൊഴി. പ്രതിയുടെ വീടിന്റെ പരിസരത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്കാര്യം തിരിച്ചറിഞ്ഞത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, അത്തരത്തിൽ ഹെൽമറ്റ് വെച്ച് അത്തരത്തിൽ വസ്ത്രം കൂടെ മാറി ഏതെങ്കിലും തരത്തിൽ പിടികൊടുക്കാതിരുന്ന പ്രതിയെ അയലത്തെ ഒരു ചേച്ചി തിരിച്ചറിഞ്ഞെങ്കിൽ ആ ചേച്ചിയുടെ നിരീക്ഷണ പാഠവും പോലീസിന് കൃത്യമായി ലീഡായി. അശ്മി, ഏറ്റവും നിർണായകമായത് ആ മൊഴി തന്നെയെന്നാണ് പോലീസ് പറയുന്നത്. അതായത് CCTVകൾ കേന്ദ്രീകരിച്ച് പോലീസ് ഈ പ്രദേശത്ത് അന്വേഷണം നടത്തിയിരുന്നു. അങ്ങനെയാണ് ഈ CCTV ഈ പ്രദേശവാസിയായ സ്ത്രീയെ കാണിച്ചു നൽകിയത്. അവർ നൽകിയ മൊഴിയാണ്, അതായത് ഈ ശരീരപ്രകൃതിയുള്ള ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്ന്. തുടർന്നാണ് പോലീസ് ഇയാളുടെ വീട്ടിലേക്ക് എത്തുകയും വീടിന്റെ പരിസരമൊക്കെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയും ഈ ഷൂവും സ്കൂട്ടറും ഐഡന്റിഫൈ ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ പ്രതിയെ പുറത്തേക്ക് ഇറക്കും. മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി പുറത്തേക്ക് ഇറക്കും. DYSP അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ പുറത്തേക്ക് ഇറക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ പോലീസുകാർ ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡായി മാറിയത് ഈ സ്ത്രീയുടെ മൊഴി എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. CCTVക്ക് അപ്പുറത്ത് ഒരാളെ ഇയാൾക്ക് സാദൃശ്യമുള്ള ഇയാളെ പോലെയുള്ള ആളാണ് ഈ CCTVയിലുള്ള ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്ന് പോലീസിനോട് പറഞ്ഞത് ഈ സ്ത്രീയുടെ മൊഴി എന്നാണ് നിലവിൽ പോലീസുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാവും. അത് തന്നെയാണ് ഈ കേസിൽ ഒരു പ്രൈം വിക്ടിം എന്നല്ലെങ്കിൽ ഒരു പ്രൈം മൊഴി എന്നൊക്കെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദമായ തെളിവെടുപ്പിലേക്കാണ് ഇനി അടുത്ത ഘട്ടത്തിൽ പോലീസ് കടക്കാൻ പോകുന്നത്. പ്രധാനമായും 2 ഇടങ്ങളിൽ തെളിവെടുപ്പ് ഉണ്ടാകും. ഒന്ന് ഫെഡറൽ ബാങ്കിലാണ് ഈ മോഷണം നടന്ന സ്ഥലം. മറ്റൊന്ന് ഈ പണം 2,90,000 രൂപ ഈ പ്രതി ഒരു സുഹൃത്തിന് നൽകിയിരുന്നു. അതായത് കടം വാങ്ങിയ തുക തിരിച്ചു നൽകിയതാണ്. അവിടെ എത്തി തെളിവെടുപ്പ് നടത്താനുള്ള ഒരു സാധ്യതയും ഈ ഘട്ടത്തിലുണ്ട്. പണം റിക്കവർ ചെയ്തു എന്നതിന്റെ ഭാഗമായാണ്. അതൊരു നടപടിക്രമം കൂടിയാണ്. അത് രണ്ടുമാണ് പ്രധാനപ്പെട്ട തെളിവെടുപ്പ് സ്ഥലങ്ങൾ. മറ്റിടങ്ങളിലൊന്നും തെളിവെടുപ്പിന് ഈ ഘട്ടത്തിൽ സാധ്യതയില്ല. ഇനി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലൊക്കെ ആയിരിക്കും മറ്റ് തെളിവെടുപ്പൊക്കെ നടത്തുക. ഈ കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതാണ് പോലീസ് വിശദമായി അന്വേഷിക്കുന്നത്. പ്രദേശവാസിയായ ഈ ചേച്ചിയുടെ വെയർഅബൌട്ട്സ് പോലീസ് രഹസ്യമായി സൂക്ഷിക്കില്ലേ വിഷ്ണു? ഹാഷ്മി, അത് പുറത്തുവിടാൻ പോലീസ് എന്തായാലും തയ്യാറല്ല. അവരുടെ പേര് പോലും പറയില്ല. അവരുടെ ഏത് ഭാഗത്തുള്ള ആളാണ് എന്ന് പോലും പറയാൻ പോലീസ് തയ്യാറല്ല. കാരണം ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴി കൂടിയാണ്. അതുകൊണ്ട് ആളെ ഐഡന്റിഫൈ ചെയ്യുന്നത് അവരുടെ ജീവനടക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിടില്ല. പക്ഷേ ഏറ്റവും നിർണായകമായത് ഈ മൊഴി തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വലിയ ഒരു അനോണിമിറ്റി പോലീസിനുണ്ടായിരുന്നു ഈ CCTVയുമായി ബന്ധപ്പെട്ട്. കാരണം അതിനകത്ത് അയാളുടെ മുഖമില്ല, അയാളുടെ വണ്ടി നമ്പറില്ല, അയാൾ ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയുമില്ല. പക്ഷേ ഇയാളുടെ ഒരു ശരീരപ്രകൃതി മാത്രമാണ് പോലീസിന് മുൻപിലുണ്ടായിരുന്നത്. അത് കൃത്യമായി ഈ ലേഡി ഐഡന്റിഫൈ ചെയ്തു. അവർ പറഞ്ഞു, ഈ ശരീരപ്രകൃതിയിലുള്ള ഒരാൾ ഈ പരിസരത്ത് താമസിക്കുന്നുണ്ട് എന്ന്. അങ്ങനെയാണ് പോലീസ് ഈ മേഖലയിലേക്ക് എത്തി ഈ വീട്ടിൽ നിന്ന് പരിശോധന നടത്തിയപ്പോൾ ഇയാളുടെ ഷൂ ഏറ്റവും ആദ്യം ഐഡന്റിഫൈ ചെയ്തത്. പിന്നീട് ബാക്കി ഈ സ്കൂട്ടറും പോലീസ് ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെ ഈ പ്രതിയിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഹാഷ്മി, ഓക്കെ. അടുത്തുള്ള ഒരു സ്ത്രീയുടെ മൊഴിയിൽ നിന്നാണ് ഇയാളുടെ ശരീരപ്രകൃതി തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഇതുപോലെ ശരീരപ്രതിയുള്ള ആൾ ആ വീട്ടിലുണ്ട് എന്ന് പോലീസിനോട് പറഞ്ഞതിന് പ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് കൃത്യമായി പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞത്.